നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഈ 30 വർഷക്കാലം പ്രണയിച്ചത് എൻ്റെ ഈ എഴുത്തിനെയാണ്. ലോകം അയാളിലേക്ക് ചുരുങ്ങി, ആ എഴുത്തിലേക്ക്. എഴുത്തൊരാളാണെന്ന് സങ്കല്പിച്ചാൽ അയാൾ ദൈവത്തേക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം നാടകം അല്ലെങ്കിൽ ആൽബം, സിനിമ എന്നല്ല, ഞാൻ എൻ്റെ ഒരു ആത്മപ്രകാശനമുണ്ടല്ലോ, എന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ പണ്ട് എവിടെയോ വെച്ച് പറഞ്ഞതൊന്നും ആരും കേൾക്കുന്നില്ല, പിന്നെ അത് പാട്ടിലാകുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ. ഞാൻ പറയാറുണ്ട്, ഇതൊന്നും എങ്ങനെ സംഭവിക്കുന്നു? 4200 പാട്ടായില്ലേ ഈ 10-30 വർഷം കൊണ്ട്. എല്ലാം വെവ്വേറെ പദങ്ങളിൽ തുടങ്ങുന്നു. കലകൾ ഏതാണ് വലുതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ വേണമെങ്കിൽ കഥകളി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ സിനിമയുടെ സാധ്യത മറ്റൊരു കലയ്ക്കുമില്ല. കാര്യം അത് കാലാതിവർത്തിയാകാൻ ഭാഗ്യം കിട്ടിയ കലയാണ്. എത്ര തലമുറ കഴിഞ്ഞാലും ചാനൽ മാറ്റി വയ്ക്കുമ്പോഴും ഒക്കെ മഹത്തായ കവിതകളേക്കാൾ നമ്മളെ വല്ലാതെ നമ്മുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാട്ടുകൾ ഓർമ്മ. കവി, ഗാനരചയിതാവ്, ഒറേറ്റർ, മോട്ടിവേഷണൽ സ്പീക്കർ, ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം രാജീവ് ആലങ്കൽ. രാജീവേട്ട, സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് രാജീവേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിൽ. കാരണം രാജീവേട്ടനെ പോലെ ഇത്രയും ചെറുപ്പമുള്ള ഒരാൾ പറയേണ്ടാത്ത, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത, ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളിരുന്ന് തള്ളുന്നു എന്ന് തോന്നാവുന്ന ഒരു എന്താ പറയുക കാലത്ത് കൂടെയാണ് രാജീവേട്ടൻ കടന്നു പോകുന്നത്. കാരണം 30 വർഷമായി എഴുത്തിൻ്റെ മേഖലയിൽ സജീവമായിട്ട് രാജീവേട്ടൻ നിൽക്കുന്നു. രാജീവേട്ടൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് വലിപ്പമുള്ളൊരു കാര്യം തന്നെയാണ്. തമാശ പോലെയാണെങ്കിൽ രാജീവേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ഇതൊരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരുന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് ഇത്തിരി കൺവിൻസിങ് ആവുള്ളൂ എന്ന്. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് അത്രയും സമ്പന്നമായിട്ട് ഉള്ളൊരു ചരിത്രം, അവനവൻ തന്നെ ഒരു ചരിത്രമാവാൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെയും കൂടെ ഒരു വലിയ എന്താ പറയുക അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്ദി പറയട്ടെ ഈ ഒരു സ്പേസിലേക്ക് വന്നതിൽ. അപ്പോൾ ഇത്രയും പാട്ടുകൾ എഴുതി എന്ന് പറയുമ്പോൾ രാജീവേട്ട, ആദ്യത്തെ പാട്ട് എഴുതുന്നത് ചെറിയ പ്രായമാണല്ലേ? ഒരു കൗമാരക്കാരൻ എന്ന രീതിയിൽ പറയണം. 19 വയസ്സിൽ ഞാൻ പ്രൊഫഷണൽ ഗാനരചയിതാവായി. അതെ, നാടകത്തിലാണ് തുടങ്ങുന്നത്. നമ്മളെപ്പോലെ ഒരാൾക്ക് നാടകത്തിലെ സ്വപ്നം കാണാനൊക്കെ ഉള്ളൂ, സിനിമയൊന്നും ഒരിക്കലും സ്വപ്നം കാണാനാവില്ല. കാസറ്റ് രംഗത്ത് പോലും നമുക്കൊരു പാട്ട് എഴുതാനാവുമെന്ന് സ്വപ്നം കാണാനാവാത്തൊരു കാലമാണത്. സിനിമ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന അത്രയും പൈസ തന്നെ ഓഡിയോ റൈറ്റാണ്. അപ്പോൾ അതിൽ സ്റ്റാർ വാല്യൂ ഉള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. 10-20 വർഷമായിട്ട് സ്ഥിരം എഴുതുന്ന വലിയ ഗാനരചയിതാക്കളുണ്ട്, ആരും അങ്ങനെ പുതിയതായിട്ട് വരുന്നില്ല. അപ്പോൾ സിനിമ ഒരു സ്വപ്നമേ അല്ലായിരുന്നു. പക്ഷേ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം നാടകം അല്ലെങ്കിൽ ആൽബം, സിനിമ എന്നല്ല, ഞാൻ എൻ്റെ ഒരു ആത്മപ്രകാശനമുണ്ടല്ലോ, എന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ പണ്ട് എവിടെയോ വെച്ച് പറഞ്ഞതൊന്നും ആരും കേൾക്കുന്നില്ല, പിന്നെ അത് പാട്ടിലാകുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ. അതായിരുന്നു ഒരു എളിയ ആഗ്രഹം. അത് സംഭവിച്ചു. പിന്നെ സിനിമയേക്കാൾ കൂടുതൽ എന്നെ അമ്പരപ്പിച്ചത് നാടകമാണ്. കാര്യം നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ഈ നിലാവുള്ള രാത്രിയിൽ ഉച്ചഭാഷണിയിലൂടെ ഒഴുകി വരുന്ന കുറേ പേരുകളുണ്ട്. അതിലായിരുന്നു M.K. അർജുനൻ മാഷ്, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രാജപ്പൻ, വൈപ്പിൻ സുരേന്ദ്രൻ, വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കണ്ടപ്പോഴേ തന്നെ ഞാൻ അത്ഭുതത്തോടെ പിന്നെ ആ രാത്രിയൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പിൽക്കാലത്ത് വലിയ വലിയ താരങ്ങളെ കണ്ടപ്പോൾ പോലും അത്രയ്ക്ക് ആകാംക്ഷ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പാട്ടിലേക്ക് വരാൻ, എഴുത്തിലേക്ക്, അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം എഴുതി തുടങ്ങിയിരിക്കുക കവിതകളായിരിക്കും. എനിക്ക് തോന്നുന്നു രാജീവേട്ടൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാലും, കുറച്ചേ കവിതകൾ ഞാൻ വായിച്ചിട്ടുള്ളൂ, അതൊക്കെ ശ്രദ്ധിച്ചാലും പ്രണയം ഒരു വളരെ ശക്തമായ ഒരു തീമാണ്. അപ്പം ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഈ എഴുത്ത് എന്നുള്ളൊരു മേഖല, രാജീവേട്ടനെ എഴുത്ത് എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത്, എങ്ങനെയാണ് എഴുത്തിലേക്ക് വരണം എന്നുള്ളൊരു സംഭവം വരുന്നത്? നമ്മുടെ ആഗ്രഹമാണ് എഴുത്ത്. പക്ഷേ നമ്മളതിൽ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായി വായന ഉണ്ടാവണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ ഓരോ സമയം ഭാഷ കൊണ്ട് പുതുക്കപ്പെടണം. അനുഭവങ്ങൾ കൊണ്ട് ഓരോ വ്യക്തിയും പുതുക്കപ്പെടുന്നുണ്ട്, ഓരോ ദിവസവും അനുഭവങ്ങളുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളെ ഭാഷയിലാക്കാൻ ആർക്കും ആവുന്നില്ല. ആ ഭാഷയിൽ തന്നെ ഒരു പുതുമയുണ്ടാവണം. 2 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് മൂന്നാമതൊരു നക്ഷത്രം ഉണ്ടാക്കണം. വലിയ പാടായിരിക്കും അത്. അപ്പോൾ നിരന്തരമായി വായിക്കണം, ഭാഷ കൊണ്ട് പുതുക്കപ്പെടണം, പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പുതുമയുണ്ടാവണം. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കണം, എന്തെങ്കിലുമൊക്കെ അറിയണം, അതെങ്ങനെ പാട്ടിൽ വയ്ക്കാം എന്നുള്ളത് കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാനതാ എപ്പോഴും. ചോദിച്ചത്, ഇപ്പോൾ ഒരു 19 വയസ്സിലൊക്കെ നമ്മൾ പാട്ട് എഴുതി തുടങ്ങണമെങ്കിൽ നമ്മുടെ പദസമ്പത്ത്, നമ്മുടെ കഴിവ്, അത് ഇപ്പം നമ്മളെ എടുക്കുന്ന ആളുകളാരും ചെറിയ ആളുകളല്ലല്ലോ, നമുക്ക് ആദ്യം സ്പേസ് തന്നവരും. അപ്പോൾ അവർക്ക് ഇവൻ്റെ പാട്ടുകൾ എടുക്കാം എന്നൊരു കൊച്ചു പയ്യനെ കണ്ട് തോന്നണമെങ്കിൽ അന്നേ നമുക്ക് ശക്തി ഉണ്ടായിരിക്കണമല്ലോ നമ്മുടെ ഭാഷയിൽ. അപ്പോൾ അത് രാജീവേട്ടൻ ആർജിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? ആദ്യമായിട്ട് കവിതകൾ എഴുതി തുടങ്ങുന്നത്? എനിക്ക് വല്ലാതൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്തതൊന്നും വലിയ കാര്യമൊന്നും അല്ല, എനിക്കറിയാവത്. അന്ന് 19 വയസ്സിൽ, 20 വയസ്സിൽ, 21 വയസ്സിൽ എൻ്റെ ആദ്യത്തെ കാസറ്റ്, എൻ്റെ ആദ്യത്തെ സിനിമ, ഇതൊക്കെ ഇപ്പോഴെഴുതിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയാക്കാമായിരുന്നു ഇപ്പോൾ ആലോചിക്കാറുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, ഇത് നടക്കും, ഇത് നടക്കും. വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ എത്തുമ്പോൾ എന്നെ അവർ അംഗീകരിക്കുന്ന ഇന്ദ്രജാലം ഞാൻ ഈ അടുത്ത നിമിഷം വരെ അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് പറ്റുമെന്ന് വളരെ ചെറിയൊരു പ്രായം തൊട്ടേ രാജീവേട്ടൻ ആ തോന്നൽ ഉള്ളിൽ എവിടെയോ കിടന്നോ? എനിക്ക് ഈ ഓരോ പാട്ട് എഴുതുമ്പോഴും എൻ്റെ മോൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, ഓരോ പാട്ടിങ്ങനെ എഴുതുമ്പോഴും പുതിയ പദങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊന്ന് എങ്ങനെ സംഭവിക്കുന്നു? 14,200 പാട്ടായില്ലേ ഈ 10-30 വർഷം കൊണ്ട്. എല്ലാം വെവ്വേറെ പദങ്ങളിൽ തുടങ്ങുന്നു. അപ്പം അയ്യപ്പ ഗാനം തന്നെ MG ശ്രീകുമാറും ഞാനും കൂടി ഒരു 200-ലേറെ, എല്ലാത്തിനും വ്യത്യസ്തത ഉണ്ടാക്കാൻ. സ്വയം റിപ്പീറ്റ് ചെയ്യാപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്. അതെ അതെ, ഓണത്തിനും അയ്യപ്പനിലും ഒക്കെ എന്ത് പുതുമയാണ്. ഈ പാലൂരിനൊരു കവിതയുണ്ട്, പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല, പുതുമ എന്നാൽ മാറ്റിപ്പറയലാം. നമ്മൾ മാറ്റിപ്പറഞ്ഞാൽ മതി, ഇതിനു മുമ്പ് കേട്ടത് ശ്രദ്ധിക്കാതെ നമുക്ക് ആവുന്നത് ചെയ്യുക. അപ്പോൾ അതിനൊരു പുതുമയുണ്ടാവും. ആ പുതുമ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ അംഗീകരിക്കും. ഇതാണ് ഓരോ കലയുടെയും ലക്ഷണം. അതാണ്. എത്ര സൗന്ദര്യമില്ലാത്ത ആളെയും വിജയിച്ച് വന്നു കഴിയുമ്പോൾ നല്ല നടനായി തോന്നും, സൗന്ദര്യമുള്ള ആളായി തോന്നും. പിന്നെ അയാളായിരിക്കും സൗന്ദര്യത്തിൻ്റെ അടയാളം. അങ്ങനെയാണല്ലോ, നമുക്കറിയാം, ഓരോ ഉദാഹരണങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് കലയും. ഇതിൽ സ്പോർട്സിലെ പോലെ അബ്സല്യൂട്ട് ഇല്ല, അൾട്ടിമേറ്റും ഇല്ല, രണ്ടുമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ മുമ്പിലിരിക്കുന്നയാൾക്ക് ആശങ്കയൊന്നുമില്ല, അയാൾക്ക് നല്ലത് തന്നെ വേണം. അപ്പോൾ നമ്മുടെ മുമ്പിലിരുന്ന് പ്രിയദർശൻ സാറും വിനയൻ സാറും രാജസേന സാറും ഒക്കെ ജോഷി സാറും ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജാലം സംഭവിച്ചു. അപ്പോൾ അപ്പോഴായിരിക്കും ഞാനും വിചാരിക്കുന്നത് ഇതൊക്കെ കൊള്ളാമല്ലേ എന്ന് വിചാരിക്കും. അതെ അതെ, അതിനു മുമ്പ് നമുക്ക് വിചാരം കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായരും പൂവച്ചൽ സാറും ബിജു സാറും ഒക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ നമ്മളെ അമ്പരപ്പിച്ചിട്ട് കടന്നുപോയിരിക്കുകയാണ്. അവരെ പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്തവർ തന്നെയാണ് നമ്മളെയും ആ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശങ്കയുണ്ടാവും, നമ്മൾ എഴുതിയത് ശരിയാവുമോ എന്ന്. പക്ഷെ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ അത് പറയുമ്പോൾ ഈ സംഗീത സംവിധായകരെ കുറിച്ചും കൂടി പറയേണ്ടി വരുമല്ലോ. രാജീവേട്ടൻ അതൊരു ഭാഗ്യം, വളരെ ഒരുപാട് പേർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ശരിക്കും മഹാരഥന്മാരെന്ന് പറയുന്ന ഒരുപാട് പേരുടെ കൂടെ, അതായത് പഴയ കാലം നമ്മളിപ്പോഴും അവരിന്നും നമുക്ക് യുവത്വത്തോട് അവരോരോ പാട്ടുകളും അങ്ങനെ നിൽക്കുന്നുണ്ട്. അത്തരം ആളുകൾ മുതൽ പിന്നെ ഇന്നത്തെ തലമുറയുടെ എന്താ പറയുക, ഇവരുടെ ജെൻ സി എന്ന് പറയും നമ്മുടെ മക്കളൊക്കെ, ആ പറയുന്ന തലമുറയ്ക്ക് വരെ AR റഹ്മാൻ ഇന്നും ഹരമാണ്. അത്തരം ഒരു വൈഡ് റേഞ്ച് ഓഫ് സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അനുഭവം, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അതൊരു വലിയൊരു അനുഭവമാണ്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നാടകത്തിലാണെങ്കിൽ MK അർജുനൻ മാഷ്, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, വൈപ്പിൻ സുരേന്ദ്രൻ, വല്ലാത്ത വലിയ ലെജൻസുകൾ. ദക്ഷിണാമൂർത്തി സ്വാമി. അത് കഴിഞ്ഞ് കാസറ്റ് രംഗത്ത് വന്നപ്പോഴാണ് ദക്ഷിണാമൂർത്തി സ്വാമി, അതുപോലെ തന്നെ MK അർജുനൻ മാഷ്, ജയവിജയ, TS രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഇങ്ങനെ വലിയ ആൾക്കാർ. സിനിമയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ഔസേപ്പച്ചനും മോഹൻ സിതാരി, M ജയേന്ദ്രനും ഗോപി സുന്ദറും, അതിനിടയ്ക്ക് പിന്നെ റഹ്മാൻ സാറുമായിട്ട്. അത് ശരിക്കും ഒരു വളരെ എന്താ പറയാ, വളരെ ആർക്കും ആഗ്രഹിച്ചു പോകുന്ന, കൊതിച്ചു പോകുന്ന ഒരു സ്പേസും കൂടെയായിരുന്നു അല്ലേ റഹ്മാൻ സാറിന്റെ കൂടെ? അത് 16 വർഷം മുമ്പേ സംഭവിച്ചു. അതെ, അതാണ്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. അതൊരു ദിവസം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ബുക്ക് വായിച്ചുകൊണ്ട് ചേർത്തല പബ്ലിക് ലൈബ്രറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഫോൺ വരികയാണ്. ആരോ കളിപ്പിച്ചതാണെന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. കാര്യം AR റഹ്മാൻ എന്നെ വിളിക്കുന്നതിനാണ്. ഞാൻ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്, ഇപ്പോഴാണെങ്കിലും അങ്ങനെ വിചാരിക്കുള്ളൂ, എന്നെ പോലൊരു ഗാനരചയിതാവിനെ. അപ്പോൾ ഞാൻ ജോണി സാഗരികയോട്, എന്നെ ആദ്യം സിനിമയിൽ കൊണ്ടുവന്ന ജോണി സാഗരിയോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റഹ്മാൻ്റെ പഞ്ചതൻ സ്റ്റുഡിയോയിലെ നമ്പരാണിത്, മാനേജർ നോയലാണ് ഈ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിമാനയാത്ര നടത്തുകയാണ് ചെന്നൈയിലേക്ക്, 17 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ ചെല്ലുന്നു, റഹ്മാൻ സാറിനെ കാണുന്നു.
താജ്മഹലിനെ കുറിച്ചാണ് പാട്ട്. അപ്പോൾ വൈരമുത്തു സാറും ഗുൽ സാറും ഒക്കെ ഓരോ ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ ഈണത്തിൽ എഴുതാൻ അടുത്തിരിക്കുന്നു ഈ പ്രൊജക്റ്റിൽ തന്നെ. അപ്പോൾ ONV സാറിനെ കൊണ്ട് എഴുതിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. കാര്യം വൈരമുത്തുവും ഗുൽ സാറും ഒക്കെ ഓരോ ഭാഷകളിൽ ടോപ്പാണ്. ONV സാറായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയില്ല ആ സമയത്ത്. അപ്പോൾ ചിത്ര ചേച്ചി ഏതോ ഹിന്ദി പാട്ട് പാടിക്കൊണ്ട് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ചേച്ചി പറയുകയാണ്, രാജീവ് ആലങ്കൽ നന്നായിട്ട് എഴുതും, ഓടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇടപെടലാണ്, ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. ദൈവം ഇടപെട്ട് ഞാൻ AR റഹ്മാൻ്റെ മുമ്പിലെത്തുന്നു. ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തു, അത് എന്നെ ചേർത്ത് നിർത്തുന്നു. ഈ അടുത്ത കാലത്ത് വരെ കുറേ കഴിഞ്ഞപ്പോൾ കോണ്ടാക്റ്റിൻ്റെ ഒരു ബലം കുറയുണ്ടല്ലോ, കുറയും. കാര്യം മലയാളത്തിൽ പാട്ടുണ്ടാക്കുന്ന ഒരാളല്ലല്ലോ അദ്ദേഹം, സജീവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിചയത്തിന് തീവ്രത കുറയും. എങ്കിലും അദ്ദേഹം ഒരുപാട് വട്ടം വിളിക്കാനുള്ള ഭാഗ്യവും തന്നു, വലിയ പ്രതിഫലം തന്നു അന്നേ. അതൊക്കെ ഭാഗ്യമാണ്. അതുപോലെയാണ് ജോൺ ആൾട്ട്മാൻ എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകനുണ്ട്, ടൈറ്റാനിക്കിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹവുമായിട്ടും ഈ ഇങ്ങനെ ഒരു അവിചാരിതമായിട്ട് മോഹൻലാൽ നായകനായ ആകാശഗോപുരം KP കുമാരൻ സാറിൻ്റെ. അപ്പോൾ ജോൺ ആൾട്ട്മാനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ജാസിപ്റ്റാണ് പാടുന്നത്. അപ്പോൾ ജാസിപ്റ്റും പറഞ്ഞു, ട്യൂൺ കിട്ടി, നമ്മൾ എഴുതി, നാളെ ഞാൻ പാടുന്നു, പക്ഷേ സംഗീത സംവിധാനമൊന്നും വരില്ല. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നു ഇതിനു വേണ്ടി. അങ്ങനെ കൊച്ചിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. വലിയ അനുഭവങ്ങളാണ് ഇതെല്ലാം. എന്തോ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു രാജീവേട്ടൻ്റെ കലയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാ തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ സ്പേസ് ഇപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, മറ്റേ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്. ഇതെല്ലാം ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ മോഹൻലാൽ ആദ്യത്തെ സിനിമയിൽ പാട്ടെഴുതാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന ചിത്രം, അതിൽ ഒരു പാട്ടൊക്കെ മാറിപ്പോവുകയാണ്, വേറൊരാൾ എഴുതിയാൽ മതി, തിങ്കൾ നിലാവിൽ എന്ന പാട്ട്. പക്ഷെ ഭാഗ്യത്തിന് എല്ലാവരും കൂടി പറഞ്ഞു, ലാൽ സാറൂടെ പറഞ്ഞു, അത് മൊത്തം എഴുതിക്കോട്ടെ, രാജീവ് എഴുതട്ടെ, അയാൾ രംഗത്ത് വരട്ടെ എന്ന് പറഞ്ഞു. ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതാനുള്ളൊരു അവസരം ഒരുപാട് പേരുടെ സ്നേഹവലയത്തിൽ എനിക്ക് സംഭവിക്കുകയാണ്. ഈ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയപ്പോഴും എനിക്ക് 38 വയസ്സേ ഉള്ളൂ. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡാണ്. അപ്പോഴും ഒരുപാട് പ്രായമുള്ളവർക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ പിന്നെ കൊടുത്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി ഇടപെടുകയാണ്. ഒരു ബന്ധവുമില്ല അദ്ദേഹം ആ സമയം വരെ അദ്ദേഹമായിട്ട്. കൃഷ്ണമൂർത്തി സാറ് പറയുകയാണ്, ഇത്രയും പ്രായത്തിൽ ഇത്രയും പാട്ടുകൾ എഴുതി അയാൾ വേറൊന്നും ആലോചിക്കാതെ ജീവിച്ചില്ലേ. അപ്പോൾ അയാളെ ഇപ്പം അംഗീകരിച്ചില്ലെങ്കിൽ പുറകിൽ ഇങ്ങനെ ആരും വരില്ല. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറാകാനൊക്കെ ഓടി നടക്കുമല്ലേ. നമ്മൾ ഈ കലാകാരന്മാർ തമ്മിൽ വഴക്കൊക്കെയാണ്, പക്ഷേ ആകപ്പാടെ 10 പേര് പോലും ഇല്ല. ആ 10 പേര് തമ്മിലെ വഴക്ക്. ബാക്കി എല്ലാവരും വേറെ ജീവിക്കാൻ വേണ്ടി നല്ല നല്ല ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് ഓടി നടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഈ 10 പേര് തമ്മിൽ മിണ്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ നേതാക്കന്മാർ തമ്മിൽ കാണുകയും വിഷ് ചെയ്യുകയും അവരുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ വിളിക്കും. കലാകാരന്മാർ കണ്ടാൻ വേണ്ടില്ല. മനസ്സിലായില്ല, അവരാണ് ലോകം നന്നാകാൻ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരാൾ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് ഓർത്തിട്ട് പോവുകയാണ് ഒരാൾ, അല്ലേ. അപ്പോൾ അതിൽ വിജയം കണ്ടെത്തുമ്പോൾ മാത്രമാണ് അയാൾ നാടിനും വീടിനും ഒക്കെ പ്രിയങ്കരനാകുന്നത്. അത് കഴിയുമ്പോൾ അതുവരെ അയാൾ ഒരു വല്ലാത്ത മണ്ടത്തരം ചെയ്ത ഒരാളാണ്. വ്യത്യസ്ത സ്വപ്നം കാണുന്ന ഒരാളെ ആദ്യം ആരും അംഗീകരിക്കില്ല. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാളെ കൊണ്ടാടൂ. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുത്തിൻ്റെ ഇച്ഛാശക്തിയാണ് നമ്മളിപ്പോൾ ഈ രംഗത്ത്. ഇപ്പോൾ വിജയം എന്ന് പറയുന്നത് പിന്നീടാണല്ലോ. പിന്നീട് ദൈവത്തിൻ്റെ ഒരു ചുംബനം ഉള്ളിൽ കിട്ടണം. ഒരുപാട് പേർക്ക് ചുംബനം കിട്ടാത്തത് കൊണ്ടാണ് മഹാപ്രതിഭകളായിട്ടും എവിടെയൊക്കെയോ വഴിതിരിഞ്ഞ് പോയത്. അപ്പോൾ അത്രയൊന്നും വലിയ പ്രതിഭയാണെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഇപ്പം പ്രണയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഒരാളാണ്. പിന്നെ പൊതുവെ തന്നെ എഴുതുമ്പോൾ സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നാലും ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെയാണ് രാജീവേട്ടനിലെ പ്രണയം രൂപപ്പെടുന്നത്, പ്രണയ സങ്കല്പം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പ്രണയത്തെക്കുറിച്ച് ഞാനൊരു കവിത തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ലോകം ഒരാളിലേക്ക് ചുരുങ്ങുകയും അയാൾ ഈശ്വരനേക്കാൾ വലുതാകുകയും ചെയ്യുന്ന ഇന്ദ്രജാലത്തിൻ്റെ പേരാണ് പ്രണയം. ഒരു മഞ്ഞുതുള്ളിയിൽ നീലാകാശവും ഒരു കുഞ്ഞു പൂവിൽ വസന്തവും കാണും എന്നാണ് കവിത തീരുന്നത്. ഇങ്ങനെയാണ്, ഈ രണ്ട് ഉടലുകൾ ഒരേ രാഗവിസ്താരം നടത്തും. അപ്പോൾ അതാണ് പ്രണയം. ഈ നടുക്കടലിൽപ്പെട്ട് ചുഴിയിൽ വീണ് തീർന്നു പോയാൽ മതിയായിരുന്നു. കാര്യം അക്കരയ്ക്ക് എത്തുമ്പോൾ നീ ഉണ്ടാകണമെന്നില്ലല്ലോ. അതാണ് പ്രണയം. ഇതൊരു ചുഴിയാണ് പ്രണയം.
ആ ചുഴിയിൽ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ആ ചുഴി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രണയം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്നതാണ്. അതൊരു വ്യക്തി മാത്രമല്ല. ഞാൻ ഈ 30 വർഷക്കാലം പ്രണയിച്ചത് എൻ്റെ ഈ എഴുത്തിനെയാണ്. ലോകം അയാളിലേക്ക് ചുരുങ്ങി, ആ എഴുത്തിലേക്ക്. എഴുത്തൊരാളാണെന്ന് സങ്കല്പിച്ചാൽ അയാൾ ദൈവത്തേക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആരാധന മുഴുവൻ ഇതായി. മറ്റൊരു ദൈവത്തെയും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇത് വല്ലാത്ത ആനന്ദത്തോടെ ഇതിനെ കൊണ്ടാടി. ഇതാണ് പ്രണയം. ഈ പ്രണയം ആണ് നമ്മൾ സാധാരണ നിർവചിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പ്രണയ സങ്കല്പം എൻ്റെ. പിന്നെ നമ്മൾ ആദ്യം കണ്ട ആൽബം, പ്രണയ ആൽബം, ഈ ഈസ്റ്റ് കോസ്റ്റൊക്കെ ആൽബം ഇറക്കുന്നതിന് മുമ്പേ നമ്മൾ കണ്ടത് ജോണി സാഗരിയുടെ ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്. ഈ ആൽബമാണ് ആദ്യം പിക്ചറൈസ് ചെയ്ത് നന്നായി പിക്ചറൈസ് ചെയ്തിട്ട് മലയാളി കണ്ട ആദ്യത്തെ ആൽബമാണ്. അപ്പോൾ ആദ്യത്തെ ആൽബം എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഇഷ്ടപ്പെടും, എന്നെ നോക്കും എന്നൊക്കെ. പക്ഷേ ആ ഭാഗ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ആ പാട്ട് കേട്ട് ഇപ്പോഴും ഓരോരുത്തർ പ്രണയിക്കുന്നുണ്ട്. വേറെ ആൾക്കാർക്ക് ഗുണപ്പെട്ടു. അതെ. ഞാൻ അത് ചോദിക്കാനൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ രാജീവേട്ടനൊക്കെ പ്രണയത്തിൻ്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തലത്തിനെ കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ കാലം മാറുമ്പോഴാണോ, എന്താ പറയുക, തലമുറ മാറിയിട്ടാണോ ഈ പ്രണയ സങ്കല്പങ്ങൾക്കും പ്രണയത്തിനുള്ള ഒരു സാങ്ക്ടിറ്റിക്കും വ്യത്യാസം വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ രാജീവേട്ടൻ? ഇല്ല, ഈ എപ്പോഴും വികാരങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. എല്ലാ കാലത്തും അതിന് ഒരു കലർപ്പം ഉണ്ടാവും. മനസ്സിലായില്ലേ? പ്രണയം മാത്രമല്ല, എല്ലാ വികാരങ്ങൾക്കും. ഇപ്പോൾ ദശരഥൻ രാമനെ കാട്ടിലേക്ക് അയച്ചപ്പോൾ ഒരു വല്ലാത്ത വേവലാതിയും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. അതേ ദുഃഖമാണ് ഇറാഖിലേക്കോ നമ്മുടെ മകനെ ജോലിക്ക് അയക്കുമ്പോൾ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? കാട്ടിലേക്ക് അയച്ച അദ്ദേഹം പറഞ്ഞു കാണും, സൗമിത്ര അല്ലെങ്കിൽ എന്നൊക്കെ. നമ്മൾ മോനെ സൂക്ഷിച്ചു അല്ലേ? നമ്മുടെ ഭാഷയിൽ പറയും, വിഷ്വൽ മാത്രമേ മാറൂ എല്ലാത്തിൻ്റെയും. പ്രണയത്തിനും അതുപോലെ തന്നെയാണ്. ആദ്യം കൗമാരത്തിലേക്ക് അത് നിബദ്ധമായിട്ടൊക്കെ തോന്നും, സൗന്ദര്യാത്മകമാകും, കണ്ണും മൂക്കും ഒക്കെ കൊള്ളാമെന്ന് പറയും. അതിൻ്റെ പേര് ഭ്രമം എന്നാണ്. ഭ്രമം. കുറേ പ്രായം നമുക്ക് അങ്ങനൊരു ഭ്രമം ഉണ്ടാവാം. കുറേ കഴിയുമ്പോൾ ഭ്രമം കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു വൈകാരികമായ അടുപ്പം ഉണ്ടാവും. ആ അടുപ്പത്തിൽ നമ്മുടെ രൂപവും ഭാവവും ഒന്നും നമ്മൾ ഓർക്കില്ല. അപ്പോഴാണ് നമ്മൾ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്നത്. അതാണ് യഥാർത്ഥ പ്രണയം. അത് അച്ഛനമ്മയോടും സഹോദരന് സഹോദരിയോടും ഒക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു വൈകാരികമായ സത്യസന്ധതയാണ്. ആ സത്യസന്ധതയ്ക്ക് പ്രണയം എന്നാണ് പേരിടേണ്ടത്, സ്നേഹമെന്നല്ല. അത് ഒരു നല്ല സൗഹൃദവുമാണ് ആ പ്രണയം. അതിന് മടുപ്പുണ്ടാവില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ എഴുത്തിലേക്ക് വരുമ്പോഴാണ്, ഇപ്പോൾ കവിതകൾ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ എഴുതാം. വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സിനിമാ പാട്ട് എന്ന് പറയുമ്പോൾ ഈ കാലത്തെ ട്രെൻഡ്, ആ സിനിമ ചർച്ച ചെയ്യുന്ന പ്രണയമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഈ പറയുന്ന പോലത്തെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ജോണി സാറിൻ്റെ പാട്ടാണെങ്കിലും പിന്നെ ലാലേട്ടൻ്റെ പാട്ടാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഇന്നും കേട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല, അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് രാജീവേട്ടൻ. പക്ഷേ ഇന്നും സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതുന്നുണ്ട്. പക്ഷെ സിനിമകളുടെ രീതി മാറുന്നതിനനുസരിച്ച് പാട്ട് രീതികളും മാറുന്നില്ലേ? അപ്പം അത് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? നമ്മുടെ ഇങ്ങനത്തെയൊക്കെ സിനിമ പോലെയുള്ള അങ്ങനത്തെ മേഖലകൾ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുന്നു എന്ന് എന്ത് തോന്നിയിട്ടുണ്ട്? ഈ കാലമനുസരിച്ച് ജീവിതം മാറിപ്പോകുന്നുണ്ടല്ലോ. ജീവിതം മാറിപ്പോകും, നമ്മുടെ ഭക്ഷണം മാറിപ്പോകും, വസ്ത്രധാരണം അല്ലേ, സ്വപ്നങ്ങൾ മാറും, അനുസരിച്ച് സിനിമ മാറും. സിനിമയിലൊരു കൃഷിപ്പാട്ടൊന്നും വന്നു കഴിഞ്ഞാൽ അതൊരു കോമഡി ആവില്ലേ? നമ്മളാരും കൃഷി ചെയ്യുന്നില്ലല്ലോ. നന്നായി പാടത്ത് കൃഷി ചെയ്യുന്നൊരു പാട്ട്, അല്ലാത്ത കൃഷിയൊക്കെ ഉണ്ട്. പാടത്ത് കൊയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യന്ത്രമാണല്ലോ കൊയ്യുന്നത്. മാറ്റമുണ്ട്, പല രീതിയിലും മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറുമ്പോഴും നല്ല പാട്ടുകൾ കാലാതിവർത്തിയാവും. വയലാർ ദേവരാജൻ മാഷിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായ ആ പാട്ടുകൾ പോലെ തന്നെ ഗംഭീരമായി കൈതപ്രവും ഗിരീഷ് പുഞ്ചിരി എഴുതിയ പുതിയ സിനിമയിലെ പാട്ടാണെന്ന് നമ്മൾ നിർവചിച്ച പാട്ടുകൾ ഏകദേശം 35 വർഷത്തെ പഴക്കമുണ്ട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടിക്കുന്നത് വയലാറിൻ്റെ പാട്ടിന് 55 വർഷത്തെ പഴക്കേ ഉള്ളൂ അല്ലേ? ഒരു 10-20 വർഷത്തെ ഗ്യാപ്പിൽ നമ്മൾ ഈ പുതിയതെന്ന് പറഞ്ഞത് അനശ്വരമാവുകയാണ്. ക്ലാസിക്സ് ആകാൻ ചിലപ്പോൾ സമകാലികമായ ആരും വാഴ്ത്താത്ത ചില പാട്ടുകൾ സഞ്ചരിക്കും. ഇപ്പോൾ കനകസിംഹാസനത്തിലെ പ്രിയതമേ ശകുന്തള എന്ന പാട്ട് 16 വർഷത്തെ പഴക്കമുള്ള പാട്ട്, ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിലെ തിങ്കൾ നിലാവിൽ
അല്ലെങ്കിൽ മുന്തിരി വാവേ എന്ന പാട്ടൊക്കെ 22 വർഷത്തിന് ശേഷവും ആരൊക്കെയോ ഓർക്കുന്നുണ്ട്. ഈ 22 വർഷം ഇത് നടന്നു പോരുകയാണ് ഇങ്ങോട്ട്. കാലത്തിൻ്റെ കൈയാണ് പിടിച്ചിരിക്കുന്നത്, ആരുടെയും കൈയല്ല. ബാക്കി എല്ലാവരുടെ കൈയും ഒക്കെ വിട്ടുപോയി. അപ്പോൾ കാലം കൈ പിടിക്കണമെങ്കിൽ എന്തോ ഒരു ഗുരുത്വം ഉണ്ടാവണം. ചിലപ്പോൾ അനശ്വര ഗാനങ്ങളെന്ന് പറയുന്നതിനൊക്കെ ചിലപ്പം വലിയ മൂല്യങ്ങളുള്ളതാണോന്നില്ല. ചില ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അത് വല്ലാതെ നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിച്ച് നടന്നു പോരുന്ന പാട്ടുണ്ട്. ഇപ്പോൾ ഇനിയും കൊതിയോടെ കാത്തിരിക്കും, അച്ഛനെക്കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ എഴുതാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം, റോമൻസിലെ പാട്ടാണ്. 150 ദിവസം ഒരു സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് അർത്തുങ്കൽ പള്ളി. അപ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ ഈ പാട്ടും വരും. അപ്പോൾ അങ്ങനെ ആ നാട്ടിൽ ജീവിച്ചതിനൊരു ഭംഗിയുണ്ടാവും. ചെമ്മീനിലാണ് അർത്തുങ്കൽ പള്ളി ഭംഗിയായിട്ട് വന്നത്. അത് ആരാധ്യനായ വയലാർ എഴുതിയ പാട്ടാണ്. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോളുതാ കടലമ്മയെന്ന്. അപ്പോൾ ആ നാട്ടിൽ ജീവിച്ച ഒരാൾക്ക് പിന്നീട് എൻ്റെ നാടിനെ അടയാളപ്പെടുത്താനുള്ള ഒരു അവസരം വരികയാണ്. അപ്പോൾ സിനിമ ഇങ്ങനെ സാധ്യതയുടെ വലിയൊരു വാതിൽ തുറന്നിട്ടുണ്ട്. സിനിമയാണ് ഇത്രയും വലിയൊരു വാതിൽ നമുക്ക് തുറന്നു തരുന്നത്. കലകൾ ഏതാണ് വലുതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ വേണമെങ്കിൽ കഥകളിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ സിനിമയുടെ സാധ്യത മറ്റൊരു കലയ്ക്കുമില്ല. കാര്യം അത് കാലാതിവൃത്തിയാകാൻ ഭാഗ്യം കിട്ടിയ കലയാണ്. എത്ര തലമുറ കഴിഞ്ഞാലും ചാനൽ മാറ്റി വയ്ക്കുമ്പോഴോ ഒക്കെ മഹത്തായ കവിതകളേക്കാൾ നമ്മളെ വല്ലാതെ നമ്മുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാട്ടുകൾ ഓർമ്മിക്കും. മറ്റെല്ലാ ആഘോഷങ്ങളും തീർന്നു കഴിഞ്ഞതിന് ശേഷം ഈ വരി നമ്മളെ ഇങ്ങനെ വല്ലാതെ പൊതിയും. എന്നിട്ട് താരപ്പൊലിമയ്ക്ക് അപ്പുറം ഈ അക്ഷരത്തിൻ്റെ സുഹൃതം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ സമയം വരെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് സിനിമയായതുകൊണ്ടാണ്. മറ്റൊരു കലയ്ക്ക് ചിലപ്പോൾ ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. എല്ലാവരും അറിയുക എന്ന് പറയുന്ന ഭാഗ്യമുണ്ടല്ലോ. പിന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം കലയ്ക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കലയിൽ വിമർശനങ്ങളൊക്കെ സാധാരണയാണ്. പക്ഷേ ഈ സാധ്യത വേറൊരു മാധ്യമത്തിനുമില്ല. ഇപ്പോൾ രാജീവേട്ടനെ പോലെ ഒരാളോട് ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഇങ്ങനെ കാര്യങ്ങളെ കാണുന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ രാജീവേട്ടന് തോന്നിയിട്ടുണ്ടോ ഇത്രയും കാലം നിൽക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ? പക്ഷേ രാജീവേട്ടനിലെ പ്രതിഭയെ വെച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവരുടെ ആംഗിളിൽ ചോദിക്കുകയാണ്, രാജീവേട്ടന് സിനിമ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു ദുഃഖം ഉള്ളിലുണ്ട്. കാര്യം ആ ദുഃഖം കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ദുഃഖമാണ്. എനിക്ക് മുമ്പേ നടന്നുപോയവരുമായി കമ്പയർ ചെയ്യാൻ ഞാൻ ആരും അല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിഭവത്തെ ചെറുതായിട്ടാണ് കാണുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിക്കോ കൈതപ്രത്തിനോ അല്ലെങ്കിൽ രമേശൻ നായർ സാറിനോ വയലാർ ശശിധരവർമ്മയ്ക്കോ ഒക്കെ കിട്ടിയ മഹത്തായ അവസരങ്ങൾ കമ്പയർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നത് ഒരു വല്ലാത്ത ഒരു മണ്ടത്തരമാണ്. കാര്യം കാലം മാറിപ്പോവുകയാണ്. ഇപ്പോഴത്തെ സിനിമയിൽ ഉള്ള പാട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് എഴുതിയിരുന്നെങ്കിലോ ഇത്രയും പോലും 200 കോടി ക്ലബിൽ കയറിയ പടങ്ങളെന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്ന പടത്തിൽ 4 പാട്ടുണ്ട്, 4 നമുക്കറിയാൻ മേലാത്ത പാട്ടുണ്ട്. അപ്പോഴാണ് കഷ്ടിച്ചൊക്കെ വിജയിച്ചു പോയ കുറേ സിനിമകളിൽ പാട്ട് എഴുതിയിട്ട് ആ പാട്ട് സിനിമയേക്കാൾ പ്രശസ്തമായി ഇങ്ങനെ നിൽക്കുന്നു. 22 വർഷം, ഏകദേശം 4 നൂറ്റാണ്ടൊക്കെ ഒരു സിനിമാ ഫീൽഡിൽ നമ്മൾ പാട്ടെഴുത്തുകാരനായി നിൽക്കുന്നു. പിന്നെ എനിക്ക് പിന്നെ പരാതികളോ ഒന്നുമില്ല. കാര്യം എൻ്റെ തലമുറയിൽ ഇത്രയും പാട്ടെഴുതാൻ എനിക്ക് മാത്രമാണ് ഭാഗ്യം കിട്ടിയത്. ഏകദേശം പിന്നെ 260ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലെ 1000 പാട്ടുകൾ, 260 CD-യിലും കാസറ്റിലും കൂടി 2600 പാട്ടുകൾ, 135 റിലീസ് സിനിമകളിലായിട്ട് 300ഓളം പാട്ടുകൾ. ഈ 3 ഫീൽഡിലും കൂടി ഇത്രയും ചെയ്ത എൻ്റെ തലമുറയിൽ മറ്റൊരാളില്ല. ഞാനെന്തിനാണ് പിന്നെ പരാതിപ്പെടുന്നത്? യേശുദാസിനും ജയേന്ദ്രനും ചിത്രയ്ക്കും സുജാതയ്ക്കും ഒക്കെ ഒപ്പം ഒരു നല്ല കാലത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞു. തരങ്കിണിയും മാഗ്ന സൗണ്ടും ഈസ്റ്റ് കോസ്റ്റും ജോണി സാഗരിയുടെ പുഷ്കല കാലത്ത് പാട്ടെഴുതാൻ കഴിഞ്ഞു. പിന്നെ നല്ല ഈ നാടകത്തിൻ്റെ നല്ല സമയത്ത് രാജൻ ബി ദേവിനോടൊപ്പം TK ജോണിനോടൊപ്പം ഒക്കെ സഹപ്രവർത്തകനായിട്ട് സഞ്ചരിച്ചു. പിന്നെ അല്പം കൂടി നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ ആൾക്കാരെ പിന്നെയും കാണാമായിരുന്നു. 93-ന് മുമ്പാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ പരാതിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ചിലപ്പം ചിന്തിക്കും. ഞാനിപ്പോൾ ആമയും മുയലും എന്നൊരു സിനിമയുണ്ട് പ്രിയദർശൻ്റെ. അതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, എന്ത് ഭംഗിയായിട്ടാണ് പിന്നീട് അതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാട്ടിൻ്റെ ഭാവുകത്വം മാറുന്നതിന് മുമ്പുള്ള ഒരു കാലമാണത്, അവസാന കാലം. അത് കഴിഞ്ഞപ്പോൾ പാട്ട് വേറെ ടൈപ്പായിപ്പോയി. ഇപ്പോൾ ഏറ്റവും നല്ലൊരു സിനിമയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു പാട്ടിന് വരണമെന്നില്ല എന്ന് പറഞ്ഞ് പാട്ടിൻ്റെ ഭാവുകത്വം മാറി മോശമായെന്നല്ല, കാലം മാറുന്നതനുസരിച്ച് പാട്ടിൻ്റെ സ്വഭാവം മാറുകയാണ്. പിന്നെ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ സ്റ്റേറ്റ് അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും എഴുത്തുകാരൻ എന്ന രീതിയിൽ റാണി പറഞ്ഞ പോലെ എനിക്ക് ഒരു വല്ലാത്തൊരു വേദന ഉള്ളിലുണ്ടാവും. കാര്യം നല്ല വർക്കുകൾ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടും നമ്മൾ ആഗ്രഹിച്ച സംഗീത സംവിധായകരൊക്കെ നിശബ്ദരായിപ്പോയി. പിന്നീട് പുതിയ ആൾക്കാർ വന്നു, അവരോടൊപ്പം നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള പാട്ട് കൂട്ടുകെട്ടിൽ പങ്കാളിയാകുന്നില്ല എന്നൊക്കെ വേദനയുണ്ട്. പക്ഷെ പ്രതീക്ഷയുണ്ടല്ലോ, ഇനിയും കാലം ഉണ്ട്, നല്ല പാട്ടുകളുണ്ടാവും. ഈ സിനിമയിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നാടകത്തിൽ, ആൽബത്തിൽ, സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ, ഒരു ഭക്തിഗാനം, യേശുദാസിന് ശേഷം ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന് ഇത്ര സ്വീകാര്യത ഉണ്ടാകുന്നത് ആ പാട്ടിലൂടെയാണ്. ഈ കുട്ടികളൊക്കെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന കുറേ പാട്ടുകളുണ്ട്. കൊമ്പനാനക്കുട്ടപ്പ, പിന്നെ പൂവൻ കോഴി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് നിങ്ങളൊന്നും ആലോചിക്കണം. എത്രയാണെന്ന് ഇപ്പം എത്രയായിരിക്കും എന്ന് വെറുതെ ചിന്തിച്ച്. മില്യൺസ് ഉണ്ടാവും. 18 കോടി 19 കോടിയാണ് പൂവൻ കോഴി എന്ന് പറഞ്ഞ പാട്ടൊക്കെ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ 19 കോടി. മലയാളി 3.5 കോടിയേ ഉള്ളൂ. അപ്പോൾ ഒരിടത്ത് എന്നപ്പോൾ പറഞ്ഞു, അയ്യോ സാറിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് വലിയ തള്ളാണ്. റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടാവും. അല്ല, ഒരു വീട്ടിൽ 3 പ്രാവശ്യം കാണണം, എന്നാലേ ആഹാരം കഴിക്കൂ കുട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ജനപ്രിയ സിനിമകളിലെ പാട്ടല്ലാതെ നമ്മളെ ഓർക്കാൻ പറ്റിയ ഇത്തരം പാട്ടുകളും എവിടെയൊക്കെയോ ഉണ്ട്. ദേശഭക്തി ഗാനം ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ ഈ സമാന്തരമായ ഗാനശാഖയിൽ സംഭാവന ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ, ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഓടി വന്നിട്ട് അയ്യോ ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞ്, ആ പാട്ട് ഞാൻ മറന്നേ പോയി. കാര്യം അത് ഏതോ നാടകത്തിലെ പാട്ടാണ്, ഏതോ ബാലയിലെ പാട്ടൊക്കെ ആയിരിക്കും. മനസ്സിലായി, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടതാണ്. അപ്പോൾ നമ്മൾ മറന്നുപോയ ഒരുപക്ഷെ നമ്മൾ കൊണ്ടാടുന്ന മല്ലൂസിങ്ങിലെയും റോമൻസിലെയും സൗണ്ട് നോവയിലെയോ ആമയിമയിലെയോ അറബിയൊട്ടകത്തിലെയോ കനകസിംഹാസനത്തിലെയോ ഒക്കെ പാട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പാട്ട്. പക്ഷെ അതൊന്നുമല്ല ചിലരുടെ പാട്ട്. നമ്മൾ ഒരിക്കലും ഓർക്കാത്ത ചില പാട്ടുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർ ഹൃദയത്തിൽ സൂക്ഷിച്ച് കൊണ്ടാടുന്നുണ്ട്. അത് എഴുതിയ ആളെന്ന രീതിയിലാണ് അവർ നമ്മളെ കാണാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിചിത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പാട്ടുകളിൽ നിന്ന് മാറിയിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന രീതിയിൽ രാജവേട്ടനെ കുറിച്ച് കാര്യമായിട്ട് ഒരുപാട് വേദികൾ, ഒരുപാട് പേർക്ക്, അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് രാജവേട്ടൻ പല കാര്യങ്ങളിലും ഇടപെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട കാര്യങ്ങൾ, അതിനിപ്പോൾ ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടെങ്കിലും രാജവേട്ടനെ കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കും കൂടെ നിൽക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഇതെന്താണ്? ഈ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. യേശുദാസ് ഒഴിച്ച് ജയേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ഗായകരും എൻ്റെ സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ടെന്ന് പോലും ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇത്രയേറെ പിന്നെ ഗാനരചന നടത്തിയത് കൊണ്ടാണ്. പിന്നെ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് അവകാശപ്പെടുന്നേ ഇല്ല. എൻ്റെ എളിയ ജീവിതം എങ്ങനെ വിജയിച്ചു എന്ന് പറയാനുള്ള അർഹത എനിക്കുണ്ട്. അത് ഉപയോഗിക്കും. ഒരു മുറുക്കാങ്കടവ് പോലും ഇടാതെ ബിസിനസ് മീറ്റ് നടത്തുന്ന ആൾക്കാരുടെ കാലമാണ്. നന്നായി ബിസിനസ് നടത്തിയവരെ വഴിതെറ്റിക്കുകയാണ് ഇവർ. ഇത് തന്നെ ജോലിയായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ നല്ല സമയത്ത് വല്ലാതെ വിക്ക് വന്നിട്ടും മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ കഴിയാതിരുന്നൊരുത്തൻ വിക്കില്ലാതെ സംസാരിക്കുന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറയാനുള്ള അർഹത എനിക്കുണ്ട്. കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായരും നിറഞ്ഞു നിന്ന ഒരു ഭൂമികയിൽ അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് 135ഓളം സിനിമയിൽ പാട്ടെഴുതിയതിൻ്റെ മഹാപാണ്ഡിത്യം കൊണ്ടൊന്നുമല്ല, ഉള്ളിൽ തോൽക്കരുത് എന്ന വല്ലാത്തൊരു ചിന്തയുണ്ട്. തോറ്റുപോകുമ്പോൾ എവിടേക്കോ 1000 വാതിലുകൾ തുറക്കുമെന്ന വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. ഇത് പുതിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കാവും. ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ ആവുന്നുണ്ട്. ജീവിതം തോറ്റുപോകാനുള്ളതല്ല. നമ്മളെത്രയൊക്കെ ഡിസൈൻ ചെയ്താലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭംഗിയല്ലാത്ത ജീവിതം വേറെ രീതിയിൽ നടന്നാൽ അതിഗംഭീരമാകുമെന്ന് പ്രതീക്ഷകൾ കണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കലാണ്. ഇത് അർഹതയുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ ഒക്കൂ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുവരെ. ഇത് പുതിയ കുട്ടികളോട് പറഞ്ഞാൽ പോലും തള്ളാണെന്ന് പറയുന്ന കാലമാണ്. അവൻ തള്ളുന്നുണ്ട് രാവിലെ എന്ന് പറയും. ഇതുവരെ ഇത്രയും വയസ്സ് വരെ ഈ മദ്യപിക്കാതെയും പുകവലിക്കാതെയും ജീവിക്കണം എന്നുള്ളൊരു ഇച്ഛാശക്തി ഇതൊക്കെ ഉണ്ടായിരുന്നു മുമ്പിൽ. ഇല്ലാത്തത് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു മാതിരി. ഞാനിപ്പോൾ ഒരു വിമാനം മേടിച്ചില്ല എന്ന് പറയുമ്പോൾ പൈസ ഇല്ല. മനസ്സിലായില്ലേ?
ഞാൻ മദ്യപിച്ചില്ല, മുമ്പിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? യേശുക്രിസ്തു ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ ഈ വീഞ്ഞ്, നിറ കലർത്തിയ വീഞ്ഞാണ് കൊടുക്കുന്നത്. അദ്ദേഹം അത് തട്ടി മാറ്റുകയാണ്, ഇതെനിക്ക് വേണ്ട, വേദനയില്ലാതെ കിടക്കണമെങ്കിൽ ഇത് കുടിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള സുഖം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ കഥയുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. എനിക്ക് പറഞ്ഞു കൊടുക്കാനാവാത്തതുമുണ്ട്. എനിക്കുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളില്ലായ്മയുണ്ട്. അതിനെ ഞാൻ ഇനിയും നന്നാക്കിയെടുക്കാനുള്ള പ്രാർത്ഥനയിലും ഇവിടം വരെ എത്താൻ നേരത്ത് വീഴാതെ പോയതിൻ്റെ രഹസ്യവും ഇത് രണ്ടും കൂടി ഉണ്ട് കേട്ടോ. ചിലതൊന്നും പറയാൻ അർഹതപ്പെടാത്തത് പറയരുത്. ഇത് പറയുന്ന പോയിന്റിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഇങ്ങനെ ഈ പോയിന്റിൽ ചോദിക്കുകയാണ്, അപ്പോൾ രാജീവേട്ടൻ എന്ന് പറയുന്ന അച്ഛൻ, ആകാശ് എന്ന് പറയുന്ന മകൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ? ഈ തിരുത്തൽ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയും. ആ കാര്യങ്ങളിൽ ആകാശിൻ്റെ ഒരു, കാരണം ആകാശം നല്ല മിടുക്കനാണ്, അഭിനയം കൊണ്ടാണെങ്കിലും അവനാണെങ്കിലും എഴുത്തിലാണെങ്കിലും അങ്ങനെ മിടുക്കുള്ള ഒരു മോനുമാണ്. നിങ്ങൾ അച്ഛൻ മകൻ എന്നതിലുപരി ഒരു ബന്ധമുള്ളതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? സാധാരണ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടാവും. ഒരുപക്ഷെ ഒന്ന് കണ്ട് മാറിൽ ചാഞ്ഞാൽ എല്ലാ ദുഃഖവും തീരുന്നൊരു നേർവാദി ഉണ്ടാവാം. ചിലപ്പോൾ ഒരു അച്ഛനായിരിക്കാം, ചിലപ്പോൾ ഒരു അമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു സഹോദരിയായിരിക്കാം. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനെ ഒരാൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കത് എൻ്റെ മോനാണ്, എൻ്റെ വലിയ സുഹൃത്താണ്. ഞാൻ എന്നേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്ന, എന്നെ ഞാൻ സ്വയം ബഹുമാനിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം. ഏറ്റവും വലുതായിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം ഞാൻ ആദ്യം ഇഷ്ടപ്പെടുന്ന മുഖം എൻ്റെതാണ്. അതുപോലെ ഞാൻ കാണുന്ന കണ്ണാടി നീയാണ് എന്ന് ഞാൻ ആകാശിനെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. മകനെ നിനക്കെൻ്റെ മനസ്സാണ്, മണമാണ് എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആകാശിൻ്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടാവുക അച്ഛനോട്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ചർച്ചകൾ, കാര്യങ്ങൾ? ആകാശ് എന്നെ ഒരുപക്ഷെ ഒരു അച്ഛനെ ഒരു മകൻ സഹായിക്കുന്നതിനപ്പുറത്താണ് ആകാശിൻ്റെ സഹായം. അതായത് എനിക്ക് നല്ല ഒരു റോയൽറ്റി കിട്ടുന്നതൊക്കെ ആകാശ് കാരണമാണ്. ഇതെല്ലാം IPRSലേക്ക് തിരക്കി പിടിച്ച് കാസറ്റിലായി പോയി മരിച്ചു പോകാമായിരുന്ന പല പാട്ടുകളും CD-യിലാക്കുകയും അത് ബോംബെയിലെ IPRSലേക്ക് സമർപ്പിക്കുകയും ഈ റോയൽറ്റി പിന്നെ ബഹുമാനപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരിക്ക് 2200 പാട്ടിനാണ് റോയൽറ്റി കിട്ടുന്നത്. എനിക്ക് 2100 പാട്ടിനാണ്. ഞാൻ അത്രയൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ കാസറ്റിലും CD-യിലുമുള്ള പാട്ടുകളാണ് ഈ നമ്പറിലേക്ക് എത്താൻ കാരണം. അത് എത്താൻ സഹായിക്കുന്നത് എല്ലാ മാസവും 100-200 പാട്ടുകൾ ഇങ്ങനെ വല്ലാതെ കോംപ്ലിക്കേഷനാണ് ഇത് അയക്കൽ. വെറുതെ ഒന്നും അയക്കാൻ ഒക്കില്ല. അതൊക്കെ സൂക്ഷിക്കൽ ആകാശാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ എൻ്റെ പാട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പിന്നെ ഗ്രാമക്ഷേത്രങ്ങളിൽ എഴുതിയ പാട്ടുകൾ കാസറ്റിൽ മാത്രമായി ഒതുങ്ങുകയും അന്ന് ഇത് ചെയ്യിപ്പിച്ച ഉത്സവ കമ്മിറ്റി പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തു. പിന്നെ ആ പാട്ടും മരിച്ചു പോകുമായിരുന്നു. അവരുടെയൊക്കെ പേരക്കിടാങ്ങളാണ് ഇപ്പോഴത്തെ അത്തരം ക്ഷേത്രങ്ങളുടെ ചുമതല, പള്ളിയുടെ ചുമതല. ഇപ്പോൾ ചേർത്തലയിലാണെങ്കിൽ തന്നെയും കണ്ടമംഗലം, തങ്കിപ്പള്ളി, അർത്തങ്കൽപ്പള്ളി, ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ നല്ല പാട്ടൊക്കെ എഴുതാൻ ഇതെല്ലാം പുതിയ ഭാരവാഹികൾക്ക് കൊടുക്കുകയും ആ പാട്ടിനെ മരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നേക്കാൾ അപ്പോൾ ഒരു മകൻ ഏറ്റവും വലിയ ഒരു സ്മാരകമാണ്. മനസ്സിലായില്ലേ? ഒരു അച്ഛൻ ഈ പും എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്നവനെ ത്രാണനം ചെയ്യുന്നവൻ്റെ പേരാണല്ലോ പുത്രൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ആണ്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. 10-22 രാജ്യത്ത് ഞാനും ആകാശം കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ആകാശ് ചിറക് വിരിച്ച് ഒറ്റയ്ക്ക് പറന്ന് നടക്കാൻ ആവാറായി തുടങ്ങി അവൻ്റെ ഒരു മേഖലയിലേക്കൊക്കെ. അപ്പോൾ ആ മകനോട് രാജീവേട്ടൻ എന്ന അച്ഛൻ എന്താ പറയുക? ആകാശ് സ്വന്തമായി സ്വപ്നം ഇപ്പോൾ ആകാശിന് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ക്രിട്ടിക്സ് അവാർഡെല്ലാം കിട്ടി. എന്നെ അത്ഭുതപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ അവന് കവിതാരചനയ്ക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഇനി എപ്പോഴും കവിത എഴുതിക്കൊണ്ടിരിക്കണം, എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ ഇടണം, ഏതെങ്കിലും മാസിക വരണം. ഇതൊന്നും ചെയ്യരുത്. ഇഷ്ടമുണ്ടെങ്കിലേ എഴുതാവും, ഇഷ്ടമില്ലെങ്കിൽ ആ ഫീൽഡിൽ തിരഞ്ഞെടുക്കരുത്. ഇത് മത്സരമായിട്ട് ഫസ്റ്റ് കിട്ടി സന്തോഷം. ഇതൊന്നും ചുമന്നുകൊണ്ട് നടക്കരുത്. നമ്മൾ ചിലപ്പോൾ ഞാൻ ഈ മല്ലു സിംഗിൽ കാക്കാമലയിൽ എന്ന പാട്ട് എത്രയോ വട്ടം മാറ്റി എഴുതിയപ്പോഴൊക്കെ എനിക്ക് ത്രില്ലായിരുന്നു. കാര്യം എന്താ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്ക് ത്രില്ല് വരും. ഇഷ്ടപ്പെട്ട ജോലിയേ ചെയ്യാവുള്ളൂ, ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശിന് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ്, ഏത് ഫീൽഡായാലും നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഏത് ഫീൽഡും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആകാശിനുണ്ട്. എന്തായാലും ഈ ഒരു സമയം
എന്തൊക്കെയോ കുറേ നല്ല നല്ല കാര്യങ്ങൾ, കുറേ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഈ കേട്ട ഞാനും കുറേ എന്താ പറയുക, കുറേ മോട്ടിവേറ്റഡ് ആയി, കുറേ 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 വ്യൂ പോയിന്റ്സ് കുറേ ബെറ്ററായി. ഒരുപാട് സന്തോഷമുണ്ട് രാജീവേട്ടൻ്റെ ഈ ഒരു ജീവിതം സമയം. എന്ന് പറയുന്നത് ഈ ചെറിയൊരു കാലമാണല്ലോ ജീവിതം. അപ്പോൾ ആ ചെറിയ ഈ മരണത്തിന് മുമ്പുള്ള സാധ്യതയുടെ പേരാണ് ജീവിതം. അപ്പോൾ ആ സാധ്യത വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഈ തുമ്പി മൂക്കിൻ തുമ്പിൽ വന്നിരിക്കും, മനസ്സിലായില്ലേ? ഒരുപാട് തുമ്പി ഒരുപാട് പിടിക്കാൻ നടക്കും, പക്ഷെ തുമ്പിയെ കിട്ടില്ല. കുറേ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് തുമ്പി എന്നൊക്കെ നമ്മൾ പറയും. ആ തുമ്പി തന്നെ മൂക്കിൻ തുമ്പിൽ വന്നിരിക്കും. ആ സമയത്ത് തുമ്പിയെ പിടിക്കാൻ തോന്നില്ല. ഇതാണ് ജീവിതം. നമ്മൾ ആഗ്രഹിച്ച പ്രണയം ഇപ്പോൾ മൂക്കിൻ തുമ്പിലാണ്, നമുക്ക് വേണ്ട. നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം, വസ്ത്രം, നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ നമുക്ക് കൈതൊടുന്ന അടുത്താണ്, പക്ഷെ നമുക്ക് അതിനുള്ള ആസക്തി നഷ്ടപ്പെടും. അപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊക്കെ നേടിയെടുക്കാനുള്ള എളിയ പരിശ്രമമാണ് ജീവിതം. അതാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്. നമ്മളാരും ചിലപ്പോൾ വല്ലാതെ കഴിവുള്ളവരൊന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ സ്വയം പുതുക്കപ്പെട്ടും സ്വയം പഠിച്ചും നിരീക്ഷിച്ചും നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തിന് ഒരുപാട് സന്തോഷം രാജീവേട്ടാ. കാണാൻ കഴിഞ്ഞ സന്തോഷം. നമ്മൾ തമ്മിലും 2-2.5 പതിറ്റാണ്ടുകളുടെ സ്നേഹബന്ധമുണ്ട്. തീർച്ചയായിട്ടും. കുടുംബം, അച്ഛനായിട്ടുണ്ട്, അതെ, എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും സ്നേഹം പങ്കിടുന്നു. അതെ. എവിടെയൊക്കെയോ പരിചയമില്ലാതിരിക്കുന്നവർ നമ്മുടെ ഇഷ്ടക്കാരാവുന്ന അപൂർവ അവസരമാണ് ഈ വർത്തമാനം. അതുകൊണ്ട് എല്ലാവരുടെയും എൻ്റെ സ്നേഹം എല്ലാവരോടും ഞാൻ അറിയിക്കുകയും പങ്കിടുകയും ചെയ്യണം. സന്തോഷം. ഇനി വീണ്ടും നമുക്ക് കാണാം അടുത്ത ആഴ്ച.